ഒത്തുവന്നിട്ടും കല്യാണം മാത്രം മുടങ്ങിപ്പോകുന്നുണ്ടോ? ജാതക പൊരുത്തമുണ്ടായിട്ടും ആലോചനകൾ അവസാന നിമിഷം തകിടം മറിയുന്നു. എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകത്തിലെ ഈ ഗ്രഹപ്പിഴകളാകാം കാരണം. ജ്യോതിഷത്തിൽ 7ാം ഭാവമാണ് വിവാഹസ്ഥാനം. ഇതിൽ ചൊവ്വ, ശനി, രാഹു എന്നീ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വന്നാൽ വിവാഹം നീണ്ടുപോകാം. പുരുഷ ജാതകത്തിൽ ശുക്രനും സ്ത്രീ ജാതകത്തിൽ വ്യാഴവും ബലഹീനമായാൽ എത്ര ശ്രമിച്ചാലും വിവാഹം നടക്കാൻ പ്രയാസമായിരിക്കും. ഇത് എങ്ങനെ തിരിച്ചറിയാം? പൊരുത്തമുണ്ടായിട്ടും മനസ്സിന് തൃപ്തി വരാത്ത അവസ്ഥ. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ആലോചനകൾ മുടങ്ങുക. ഉറപ്പിച്ച വിവാഹം പോലും അപ്രതീക്ഷിതമായി മാറ്റിവെക്കേണ്ടി വരിക. വിഷമിക്കേണ്ട, വിവാഹ തടസ്സം മാറാനുള്ള 5 ശക്തമായ വഴികൾ ഇതാ. ഉമാമഹേശ്വര പൂജയും പായസ നിവേദ്യവും. ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന സങ്കല്പത്തിലുള്ള ഉമാമഹേശ്വര പൂജ വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ അതിവേഗം ഫലം ലഭിക്കും. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ഈ പൂജ നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ഭഗവാന് കദളിപ്പഴം നിവേദിക്കുന്നതും മംഗല്യ തടസ്സം മാറാൻ സഹായിക്കും. സ്വയംവര മന്ത്രജപം. ദിനവും കുളി കഴിഞ്ഞ് 108 തവണ ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സിലെ ആഗ്രഹത്തിനൊത്ത പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കും. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ ആകർഷയ സ്വാഹ. മഞ്ഞ പുഷ്പരാഗവും വ്യാഴപ്രതിയും. സ്ത്രീ ജാതകത്തിൽ വ്യാഴം ബലഹീനമാണെങ്കിൽ വിവാഹം നീണ്ടുപോകാം. ഇതിന് പരിഹാരമായി മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. ജാതക പരിശോധനയ്ക്ക് ശേഷം അനുയോജ്യമെങ്കിൽ മഞ്ഞ പുഷ്പരാഗം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. മംഗളഗൗരി വ്രതം. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാഴ്ചകളിൽ മംഗളഗൗരി വ്രതം അനുഷ്ഠിക്കുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. സുബ്രഹ്മണ്യസ്വാമിക്ക് പാലും പനിനീരും അഭിഷേകം ചെയ്യുന്നതും ചൊവ്വയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. വാസ്തുപരമായ മാറ്റങ്ങൾ. വിവാഹപ്രായമായ യുവതി-യുവാക്കൾ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള മുറിയിൽ ഉറങ്ങുന്നത് മാറ്റങ്ങൾക്ക് വഴി തുറക്കും. വായു കോൺ ആയതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിലെ മരവിപ്പ് മാറ്റി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.